ഇത് നമുക്ക് ഒരു 1.15 കൊടുക്കാം. 1.15 കൊടുക്കാം. ലാസ്റ്റ് റേറ്റ് ആയിട്ട് പറഞ്ഞ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ലാസ്റ്റ് പ്രൈസ് 1.15. സെക്കൻഡ് 2012 ലോൺ കയറോ? ലോൺ കയറോ? 10.75 റുപ്യൊക്കെ കയറും. 1.75 കൊടുക്കാം. 1.75 അല്ല, i20 2010 മോഡൽ. ആർക്ക് എവിടെ കിട്ടുക? പ്രൈസ് നെഗോഷ്യബിൾ ആണോ? ഒരു അൾട്ടോന്റെ വില 2010 അൾട്ടോന്റെ വില ചോദിച്ചു. 12 അൾട്ടോന്റെ വില. ഓക്കെ, അത്ര ചോദിച്ചിട്ടുള്ളൂ. 2012 അൾട്ടോ കൊടുക്കണ ഈ വില. ഓക്കെ, 2018 മാഗ്നാട്ടോ 26,000 കിലോമീറ്റർ ഓടിച്ച വണ്ടി 2.75 കൊടുക്കാം. ഹലോ ഫ്രണ്ട്സ്, മുക്താറാണേ. ഏകദേശം 2 മാസത്തിന് ശേഷം നമ്മളെ യൂസുഫ് ഖാൻ അടുത്തേക്ക് വന്നിട്ടുണ്ട്. യൂസുഫ് ഖാൻ അടുത്തേക്ക് പ്രാവശ്യം വന്നത് വേറെ ഒന്നുമല്ല, ഈ ഒരു ഷോറൂമിന് വാടക കാര്യങ്ങളൊന്നുമില്ല, സ്റ്റാഫ് ഒന്നുമില്ല. ആ ഒരു പ്രൈസ് നമ്മൾ ഇവിടെ ഉള്ള കാറിൻ്റെ മുകളിൽ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് തരാൻ പോകുന്നത്. ഒരു സ്പാർക്ക് ഇത് അവിടെ കിടക്കുന്നത് 2009 മോഡൽ സ്പാർക്ക് തരാൻ പോകുന്നത്. ചെറിയൊരു പൈസക്ക് 75,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇവിടെ സ്വന്തമാക്കുക. അത്യാവശ്യം നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഒരു 800 വരുന്നുണ്ട് 50,000 രൂപയ്ക്ക്. അതുപോലെ തന്നെ സാൻഡ്രോ സിംഗ് വരുന്നുണ്ട് 2012 മോഡൽ. അതുപോലെ തന്നെ ക്വാഡ്രജെറ്റ് ഇന്ത്യ വരുന്നുണ്ട് ചെറിയൊരു പൈസക്ക്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് തുടങ്ങല്ലേ. ഇത് കറക്റ്റ് സ്പോട്ട് വരുന്നത് നമ്മളെ യൂസുഫ് ഖാനാണ് ചോദിക്കുക. യൂസുഫ് ഖാ, ഇത് നമ്മളെ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? ഇത് കൊണ്ടോട്ടി കീശ്ശേരി. കൊണ്ടോട്ടി കീശ്ശേരി. കൊണ്ടോട്ടി 6 കിലോമീറ്റർ. 6 കിലോമീറ്റർ. അവിടെ നിന്ന് ഉള്ളോട്ട് 1 കിലോമീറ്റർ. കുഴിമണ്ണാണ് സ്ഥലത്ത്. കുഴിമണ്ണ സ്ഥലത്ത് സ്റ്റാഫ് ഒന്നും ഇല്ല, ഒക്കെ മലയാളിയൊക്കെ നിങ്ങളാണ്. എല്ലാവർക്കും നമ്മളെ കാണുന്ന ആൾക്കാർക്കൊക്കെ നമുക്ക് അറിയാൻ കഴിയും. വാടക കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു കാര്യങ്ങൾ ഫുൾ നമ്മളിവിടെ ഉള്ള പ്രൈസിന്റെ മുകളിൽ മാക്സിമം കുറച്ച് കൊടുക്കും. നമുക്കുള്ള മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ കൊടുക്കും. ഏകദേശം 3 മാസമായിരുന്നോണ്ടല്ലോ നമ്മളിവിടെ വീഡിയോ ചെയ്തിട്ട്. 3 മാസമായി. 3 മാസത്തിന് ശേഷം വീണ്ടും യൂസുഫ് ഖാൻ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് ക്യാമറമാനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇന്ന് ഞാൻ ഒറ്റക്കാണ്. അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യല്ലേ. സെൽഫി നമ്മൾ മാത്രമാണ്. തോന്ന കാലത്തിന് ശേഷം ഏകദേശം ഒരു 5-8 മാസം മുമ്പ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഇന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സെൽഫി വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ തുടങ്ങല്ലേ എന്നാല് യൂസുഫ് ഖാൻ? ഫസ്റ്റ് തന്നെ സ്പാർക്ക് അങ്ങോട്ട് തുടങ്ങാം. സ്പാർക്ക് ഒരു ബ്ലാക്ക് കളർ സാധാരണക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ, അതായത് അതിൻ്റെ ആയിട്ടുള്ള പ്രൈസ് ഉള്ള ഒരു വണ്ടി. ആ ലൈവിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. 2009 വണ്ടിയാണ്. 2009 മോഡല്. ഒരു വർഷം തികച്ചും പേപ്പർ ഉണ്ട്. ഒരു വർഷം, അതായത് 2025 വരെ. 24 11 മാസം വരെ ഉണ്ട്. ഓക്കെ, ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്ത്യയിലാണ്. ഫസ്റ്റ് ആർസി ഓണറാണ്. കിലോമീറ്ററോ? 51,000 പക്ക. 51,000 കിലോമീറ്റർ ആണ് വണ്ടിട്ടത്. ഓക്കെ, ആ ലൈവിലൊക്കെ എക്സ്ട്രാ കയറ്റിയതാണ്. അതിന്റെ LTS ആണ് ഇട്ടത്. ഫുൾ ലോഡ് വണ്ടിയാണ്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഉണ്ട്. ഈ ഡോർ റീപ്ലേസ്മെന്റ് ഉണ്ട്. ഈ ഡോർ മാത്രം ഇപ്പൊ മാറ്റിയതൊന്നുമല്ല, കുറെ മുന്നേ ഫസ്റ്റ് ടൈമിൽ മാറ്റിയതാണ്. അല്ല, അതല്ല, ഗ്ലാസ് മാറിക്കണോ? ഒന്നുമില്ല, ഡോർ മാത്രം മാറി. ഇത് നമ്മളെ പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് റേറ്റ് ആണ്. എന്റെ കോലം നിങ്ങൾക്ക് അറിയാൻ അവസ്ഥ 75 രൂപയ്ക്ക് കൊടുക്കും. 75 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കും. 2009 മോഡൽ. സിംഗിൾ ആർസി ഓണർ വരുന്നുണ്ട്. ഇനിയിപ്പോ നെക്സ്റ്റ് വരുന്ന ഒരു 800 വരുന്നുണ്ട്. 800 ഏതാ മോഡൽ വരുന്നത്? 2005 MPFI ആണ്. MPFI പെട്രോൾ കാർപെറ്റർ അല്ലാന്ന് അർത്ഥം. ഓക്കെ, ടയറൊക്കെ ആവറേജ് ടയറൊക്കെ ആവറേജ് എല്ലാം ഉണ്ട്. നല്ല വർക്കിംഗ് കണ്ടീഷൻ ആണ്. ഓക്കെ, ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് ഇത് 3 ആണ്. 3. പക്ഷെ ഇതില് സെക്കൻഡ് ആട്ടോ കാണിച്ചത്. പൈസ അല്ല, 3ാമത്തെ ഓണർഷിപ്പാണ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇതിൽ 1 ലക്ഷം കിലോമീറ്റർ ഇതിൽ കാണിക്കുള്ളൂ. ഇതിൽ 41,000 അല്ല. ജെന്യൂൻ ആണോ അല്ലോന്ന് എനിക്കറിയില്ല. ജെന്യൂൻ ആണോ അല്ല നിങ്ങൾക്ക് അറിയില്ല. അതിന്റെ കാര്യങ്ങൾ 2005 വണ്ടിയല്ലേ. 2005 വണ്ടി. എങ്ങനെ അത് പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 50 രൂപ കൊടുക്കാം. 50,000 രൂപ കൊടുക്കാം അല്ലേ. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു സാൻഡ്രോ സിംഗ് കാണിക്കാം. സാൻഡ്രോ സിംഗ് ഏതാ മോഡൽ വരുന്നത്? 2011 വണ്ടിയാണ്. 2011 മോഡൽ സാൻഡ്രോ സിംഗ്. ഓണർഷിപ്പ് ഏതാ വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. ടയറൊക്കെ ആവറേജ് ടയർ എല്ലാം ടയർക്കാ. 90% ടയർ ഉണ്ട്. അത്യാവശ്യം ടയർ തന്നെ ഉണ്ടല്ലേ. ഓക്കെ, ഓണർഷിപ്പ് ഏതാ വരുന്നത്? ഇത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ ഇത് എത്ര ഓടിയത് ചോദിച്ചാൽ 61,000 കിലോമീറ്റർ. 66,000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യങ്ങളുള്ള വണ്ടിയാന്ന് എന്നോട് പറഞ്ഞു. ഞാൻ എടുത്തിട്ടില്ല. ഉണ്ടാവും. പ്രൈസ് എങ്ങനെ വരുന്നത്? നമുക്കൊരു 45 രൂപ. 1.45 2014 സാൻഡ്രോ സിംഗ് ബ്ലാക്ക് കളർ അല്ലേ. ഓക്കെ, ഇനിയിപ്പോ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? നെക്സ്റ്റ് ലോ പ്രൈസ് വരുന്നത് ഇന്ത്യക്ക വരുന്നുണ്ടല്ലേ. ടാറ്റ ഇന്ത്യ ഏതാ മോഡൽ വരുന്നത്? ടാറ്റ ഇന്ത്യക്ക ക്വാർട്ടർജെറ്റ്. സ്വിഫ്റ്റിന്റെ എഞ്ചിൻ ക്വാർട്ടർജെറ്റ്. ഓക്കെ, 2012 മോഡൽ സെക്കൻഡ് ഓണർ. 2012 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? 1.8 ഓടിയിട്ടുണ്ട്. 1.8. ഡീസൽ അല്ലേ വരുന്നത്? ഡീസൽ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല കേട്ടോ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 80% ടയർ അതുകൊണ്ട്. ഓക്കെ, ഇന്ത്യയിലൊക്കെ എന്താ പാട്? ഇന്ത്യയിലും കുഴപ്പമില്ല. ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 1.15 കൊടുക്കാം. 1.15 കൊടുക്കാം. ലാസ്റ്റ് റേറ്റ് ആയിട്ട് പറഞ്ഞ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ലാസ്റ്റ് പ്രൈസ് 1.15. സെക്കൻഡ് 2012 മോഡൽ. ലോൺ കയറോ? 10.75 രൂപയ്ക്ക് കയറും. 1060 രൂപയ്ക്ക് കയറും. 1060 രൂപ എന്തായാലും ലോൺ കയറും. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് കാണിക്കാനുള്ളതാ ഇതാണ്. ഇത് ഹോണ്ട സിറ്റി. ഏതാ മോഡൽ വരുന്നത്? 2014 റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. 2014 റീ ആണ് വരുന്നത്. ഹോണ്ട സിറ്റി.
ഡീസൽ അല്ലേ വരുന്നത്? ഡീസൽ. ഓണർഷിപ്പ് ഏതാ വരുന്നത്? ഓണർഷിപ്പ് തേർഡ്, കമ്പനി സർവീസ്. ഹിസ്റ്ററി കാര്യങ്ങളുണ്ടോ? എല്ലാ ഹിസ്റ്ററി കമ്പനി ഒക്കെ ഹിസ്റ്ററി ഉണ്ട്. ഇപ്പോൾ ഇവിടെ വന്നാൽ കമ്പനി സർവീസ്. ഓക്കെ, കിലോമീറ്റർ എത്ര വരുന്നത്? നമ്മളവിടെ കൊണ്ടോട്ട് യൂസ് ചെയ്ത ആളെ വണ്ടി തന്നെയാണ്. ഓക്കെ, കിലോമീറ്റർ എത്ര വരുന്നത്? കിലോമീറ്റർ ഇത് 1,28,000 കിലോമീറ്റർ. 1,28,000 ഹിസ്റ്ററി കാര്യങ്ങളുള്ള ടൈപ്പ് വണ്ടി. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് നമുക്ക് ലാസ്റ്റ് 4,45 കൊടുക്കാം. 4,75 കൊടുക്കാം. എത്ര വരെ ലോൺ കയറും? ഒരു 4 രൂപ ലോൺ. 4 രൂപ വരെ ലോൺ കയറും അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് ഒരു ഡിസയർ വരുന്നുണ്ട്. ഡിസയർ 2018-19. 2018-19 ഡിസയർ. 19 6 മാസം വണ്ടി ആട്ടത്. 6 മാസം വണ്ടി. എത്രാമത്തെ ഓണർഷിപ്പ് വരുന്നത്? ഫസ്റ്റ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? 48,000. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, വീഡിയോ ആട്ടോ. ഡീസലാണ്. വീഡിയോ 2019 6 മാസമാണ് വരുന്നത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ജെന്യൂൻ ഹിസ്റ്ററി കാര്യങ്ങൾ വരുന്നുണ്ട്. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് നമുക്ക് ലാസ്റ്റ് 6,45 കൊടുക്കാം. 6,75 കൊടുക്കാം. എത്ര ലോൺ കയറും? ഒരു 6 രൂപ വരെ ലോൺ കയറും. 6 രൂപ വരെ ലോൺ കയറും അല്ലേ? 2 പമ്പർ റീപ്ലേസ്മെന്റ് ആട്ടോ ഹിസ്റ്ററിയിലുണ്ട്. എങ്ങനെ? 2 പമ്പർ റീപ്ലേസ്മെന്റ്. 2 പമ്പർ മാത്രം റീപ്ലേസ് ഉണ്ട്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. ഇനി ഒരു ഈക്കോ വരുന്നുണ്ട്. ഈക്കോ എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഈക്കോ ഇത് 2015 വണ്ടി. 2015 വണ്ടി. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? 85,000. കമ്പനി സർവീസ് ഉള്ള വണ്ടി. കമ്പനി സർവീസ് ആട്ടോ. AC ആണ് വരുന്നത് അല്ലേ? ഓക്കെ. 85,000 കിലോമീറ്റർ. 5 സീറ്റർ അല്ലേ വരുന്നത്? റീപ്ലേസ്മെന്റ് എന്തുണ്ടോ? ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങൾ ജനുവൻ ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ. പ്രൈസ് എങ്ങനെ വരുന്നത്? നമുക്ക് 75 കൊടുക്കാം. 2,75,000. 2015 മോഡൽ. ലോൺ കയറോ? എത്ര വരെ കയറും? 2,2,4 വരെ കയറും. നമ്മളവിടെ ഒരു വണ്ടി കാണിക്കാത്തുണ്ടല്ലോ. ഇതെന്താ ഉണ്ടോ? ഇത് ടാറ്റ ഇൻഡിക്ക മൻസ. ഇതൊരു മോഹവലിന്റെ സാധനം. പ്രൈസ് കുറച്ച് കൂടുതലായിരിക്കും അല്ലേ? വണ്ടിന്റെ ഇന്റീരിയർ കാര്യമൊക്കെ ശരിക്കും ഒന്ന് പിടിച്ച് കാട്ടി കൊടുത്താളി. 2012-13 വണ്ടി. 12-13. പിന്നെ 4 ലക്ഷം IDV ഇൻഷുറൻസ്. 4 ലക്ഷം IDV. ഒരു പ്രൊഫസർ യൂസ് ചെയ്ത വണ്ടിയാണ്. ലേഡീസിന്റെ പേരിലുള്ള വണ്ടിയാണ്. ഓക്കെ. ഞാൻ സത്യത്തിൽ ഇപ്പൊ ഞാൻ യൂസ് ചെയ്തെടുക്കുന്ന വണ്ടിയാണ്. നിങ്ങൾ യൂസ് ചെയ്തത്? ഓക്കെ. ഓണർഷിപ്പ് ഏതാ വരുന്നത്? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ് തന്നെയാണ്. RC-യിൽ 2 കാണിക്കുന്നുണ്ട്. കാരണം എന്താ ചോദിച്ചാൽ ഇത് ലോൺ ഇട്ടാണ്ടല്ലേ വണ്ടി എടുക്കുക നമ്മള്. അപ്പൊ എൻഡോഴ്സ്മെന്റ് ക്യാൻസൽ ചെയ്യാൻ കൊടുത്തപ്പോ 2 RC നമ്പർ തന്നെ വന്ന്. സത്യം അന്നും ഇന്നും ഒരാൾ തന്നെയാണുള്ളത്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,06,000 കിലോമീറ്റർ. 2012 അല്ലേ പറഞ്ഞത്? ഈ സെക്കൻഡ് വരെ കമ്പനി സർവീസ്. ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളുണ്ട്. ഫുൾ ഹിസ്റ്ററി. ഓക്കെ. പ്രൈസ് എങ്ങനെ വരുന്നത്? അതാണ് പറഞ്ഞത്. ഏറ്റവും ലാസ്റ്റ് 2,40,000 രൂപ. 2,40,000. ഒരുപാട് കൂടുതലാണ്. പ്രൈസ് കൂടുതലാണ്. ഞാൻ തന്നെ 2,10 ഇട്ടിന്, 2 ഇട്ടിന്, 2,20 ഇട്ടിന്. ഓക്കെ. ഇതിന് അങ്ങനത്തെ ഒരു വിലയാണ്. ഓക്കെ. പ്രൈസ് എന്തായാലും കൂടാതെ ഓട്ടോമാറ്റിക് തോന്നുന്നുണ്ട്. അത് അത്രയും വണ്ടിയാണ്. വണ്ടി ഇതിന്റെ വേണമെങ്കിൽ ഇതിന്റെ ഇഞ്ചർ റൂമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുത്താളി. ഓക്കെ. ഇഞ്ചർ റൂം, ഡിക്കി കാര്യങ്ങള്. കാരണം അത്രയും മൻസ ഞാൻ ഒരുപാട് മൻസ വിട്ടാണ്. ഈ അതിൽ മൻസത്ത് എടുക്കാൻ വേണ്ടി പോയപ്പോ മൻസല്ല ഈ വിലക്ക് എടുക്കണോ ചോദിച്ചു. അങ്ങനെ ഇൻപുറത്തിട്ട് പോയത്. പക്ഷെ കണ്ടപ്പോ എടുക്കാതെ പോകാൻ നല്ല വൃത്തി ഉണ്ടല്ലേ? ഷോറൂം കണ്ടീഷൻ എല്ലാം ഷോറൂം സർവീസും. ഓക്കെ. അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കുന്ന ആളാണെന്നല്ലേ? ഓക്കെ. അപ്പം 2,40. ലോൺ കയറോ? ലോൺ കയറും. ഒരു 1.5 കയറും. 1.5 കയറും. ഒരു 90 രൂപ കാണേണ്ടി വരും അല്ലേ? ഓക്കെ. പ്രൈസ് നെഗോഷ്യബിൾ ആണോ? ഇനി ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റം ഇതുമല്ലൊക്കെ എല്ലാത്തുമല്ലൊന്നും ഉണ്ടാവില്ല. അപ്പൊ സ്പാർക്കൊക്കെ പറഞ്ഞു അതിലൊക്കെ വളരെ അപൂർവങ്ങളെ ഉണ്ടാവുള്ളൂ. ഓക്കെ. ചെറിയ എന്തെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? നെക്സ്റ്റ് വരുന്നത് i20 മാഗ്ന പെട്രോൾ. ഏതാ മോഡൽ? 2010. ഓണർഷിപ്പ് ഏതാ വരുന്നത്? ഓണർഷിപ്പ് ഉണ്ട്. 5ാമത്തെ ഓണർഷിപ്പ്. 5ാമത്തെ ഓണർഷിപ്പ് അല്ലേ? കിലോമീറ്ററോ? കിലോമീറ്റർ 1,02,000. 1,02,000 കിലോമീറ്റർ. 5ാമത്തെ ഓണർഷിപ്പ്. റീപ്ലേസ് എന്തെങ്കിലും ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹിസ്റ്ററി എടുത്തിട്ടില്ല. 2010 ആണ്. 5ാമത്തെ ഓണർഷിപ്പ് ആണെങ്കിൽ പ്രൈസിൽ എന്തായാലും മാറ്റം കാണണം. 1,75 കൊടുക്കാം. 1,75 അല്ല. i20 2010 മോഡൽ. ആർക്ക് എവിടെ കിട്ടുക? പ്രൈസ് നെഗോഷ്യബിൾ ആണോ? ഒരു അൾട്ടോന്റെ വില 2010 അൾട്ടോന്റെ വില ചോദിച്ചു. 12 അൾട്ടോന്റെ വില. ഓക്കെ. അത്ര ചോദിച്ചിട്ടുള്ളൂ. 2012 അൾട്ടോ കൊടുക്കണ ഈ വില. ഓക്കെ. നല്ല വണ്ടി. 1,75 കുറയാണ്ടോ? ഇനി 2 രൂപയൊക്കെ കുറച്ച് കൊടുക്കാൻ നമുക്ക്. 2 രൂപയൊക്കെ അല്ലേ? അത്ര കഴിയും. 1,73 കൊടുക്കാം അല്ലേ? ലോൺ കയറോ? എത്ര കയറും? 90 രൂപ ലോൺ. 90 രൂപ എന്തായാലും കയറും അല്ലേ? ഇനി ഒരു വാഗ്നർ വരുന്നുണ്ട്. കാൽപത്ത് മലപ്പുറം രജിസ്ട്രേഷൻ. ഇത് LXI VXI ആണ് വരുന്നത്. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർഷിപ്പ്. ഏതാ മോഡൽ വരുന്നത്? 2017. 2017 സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ?
കിലോമീറ്റർ 1,10,000 ഓടിയിട്ടുണ്ട്. 1,10 ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസുള്ള വണ്ടി. ബോണറ്റ് റീപ്ലേസ്മെന്റും ഉണ്ട്. ബോണറ്റ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് ഒന്നും കുറ്റി കാര്യങ്ങൾ അതൊക്കെ ഗ്യാരണ്ടി. നമുക്ക് ഉണ്ടെങ്കിൽ റിട്ടേൺ കൊണ്ടുവരാം. കമ്പനി സർവീസുള്ള വണ്ടിയാ. ഓക്കെ, ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 3,65 കൊടുക്കാം. 2017 3,65 VXI ആണ് വരുന്നത്. എത്ര ലോൺ കയറും? 3 രൂപയൊക്കെ വരും. 3 രൂപ വരെ 3-3.25 വരും. ആൾക്ക് ഇപ്പൊ ലോണിന് വണ്ടിക്കല്ല കാര്യമായിട്ട് ആൾക്കാരെ സിവിൽ സ്കോറും കാര്യങ്ങളൊന്നും നോക്കിയാണ്ടാണ് ഇപ്പൊ വണ്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന നിസാന്റെ സണ്ണിക്കുട്ടനെ ഡീറ്റെയിൽസ് 2013-14 അല്ലേ? 13-14 മോഡൽ XUV ബട്ടർ സ്റ്റാർട്ട് ആണ്. സെക്കൻഡ് ചാവിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. ഓക്കെ, ഡീസൽ ആണ് വരുന്നത്. എത്ര ഓണർഷിപ്പ് വരുന്നത്? സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 1,08,000 കിലോമീറ്റർ. 1.8 ഓടിയിട്ടുണ്ട്. ഇത് റിയൽ അല്ല, ഒറിജിനൽ കേരള വണ്ടിയല്ലേ? റീപ്ലേസ് ഒന്നുമില്ല. കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇഷ്ടം കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടില്ല. ഇതിന്റെ ഇൻസ്റ്റോൾ കിട്ടാൻ പ്രയാസം. 99% ജെന്യൂൻ ഏക്കാരം. ഓക്കെ, പ്രൈസ് എങ്ങനെ വരുന്നത്? നമുക്കിത് ഫൈനൽ ഇതിന് കുറയാണ്ടാവില്ല. ഞാൻ പറഞ്ഞ റേറ്റിൽ 3,40 കൊടുക്കാം. 3,40 ഫൈനൽ കൊടുക്കാം. എത്ര ലോൺ കയറും? 3 രൂപ ലോൺ കയറും. ഒരു 40,000 വണ്ടി കൊടുക്കാം. ഓക്കെ, ആൾക്കാരുടെ പ്രൊഫൈൽ അനുസരിച്ച് ക്ലിയർ ആണെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ഉണ്ടായിന്റെ ഇയോൺ ഏതാ മോഡൽ? മാഗ്ന 2018 മോഡൽ. 2018 മാഗ്ന 26,000 ഓടിയിട്ടുള്ളൂ. വെറും 26,000 ഓടിയിട്ടുള്ളൂ. 2018 സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആക്സിഡന്റ് അല്ല. ഈ ഡോർ റീപ്ലേസ്മെന്റ് ഉണ്ട്. ഇത് സ്ക്രാച്ച് ആയപ്പോൾ കമ്പനിക്ക് മാറാൻ പോയതാണ്. ഈ ഡോർ റീപ്ലേസ്മെന്റ് ആണ്. ഈ ഡോർ മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. 2018 സിംഗിൾ ഓണർഷിപ്പ്, വെറും 26,000 കിലോമീറ്റർ ഓടിച്ച റെഡ് കളർ വണ്ടി. റെഡ് അല്ലേ, മെറൂൺ അല്ലേ? മെറൂൺ ആണ്, വൈൻ റെഡ്. ഓക്കെ, പ്രൈസ് എങ്ങനെ വരുന്നത്? നമുക്ക് ലാസ്റ്റ് പ്രൈസ് നമുക്കൊരു 3,400 കൊടുക്കാം. 2,300. 2,300. 2018 മാഗ്ന കേട്ടോ. 26,000 കിലോമീറ്റർ ഓടിച്ച വണ്ടി 2,75 കൊടുക്കാം. നെഗോഷ്യബിൾ ആണോ? ഇനി 5 രൂപ കുറച്ച് കൊടുക്കാം. എത്ര ലോൺ കയറും? 2-2.25 വരെ ലോൺ കയറും. ചെയ്ത് കൊടുക്കാം അല്ലേ? നമുക്ക് ഒരു 50,000 വണ്ടി കൊടുക്കാം. ഇനി ഒരു ആൾട്ടോ 800 KL10 21,000 വണ്ടിയാണ്. വെറും 21,000 കിലോമീറ്റർ ഓടിച്ചത്. 2019 മോഡലല്ലേ? ഇതും ഫസ്റ്റ് RC ഓണർ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ എത്ര പറഞ്ഞത്? 21,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. LXI ആണ് വരുന്നത്. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഇത് ലോക്കാണല്ലോ. ഇത് ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്ത്യയിലാണ്. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് നമുക്ക് ലാസ്റ്റ് 3,15 കൊടുക്കാം. 3,20 കുറച്ച് ഇന്നൊരു സെക്കൻഡ് മനുഷ്യനോട് പറഞ്ഞിട്ടില്ല. 3,15 ലാസ്റ്റ് മുക്താർ ഖാന്റെ ഒരു ഓഫറാണ്. ഓക്കെ, എത്ര ലോൺ കയറും നമുക്ക്? ഫുൾ ലോൺ 2,90. ഒരു 20-30 രൂപ ഉണ്ടെങ്കിൽ 2019 മോഡല് ആൾട്ടോ. ആൾക്കാരെ സിവിൽ സ്കോറും കാര്യം ക്ലിയർ ആണെങ്കിൽ കേട്ടോ, ഓലെ കാര്യം ആൾക്കാർ വിളിക്കും, നമ്മൾ വരും എന്ന് പറയും. പക്ഷെ ഓല് നിരാശരായിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ സിവിൽ സ്കോർ നല്ലോണം നോക്കുന്നുണ്ട്. സിവിൽ സ്കോർ നല്ല നോക്കിയിട്ടേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ഇനിയിപ്പോ നെക്സ്റ്റ് ഏതാണുള്ളത് നമുക്ക് കാണിക്കാനുള്ളത്? ആൾട്ടോ കേട്ടൻ ഏതാ മോഡൽ വരുന്നത്? ഇത് 2019 കേട്ടൻ. എത്രാം ഓണർഷിപ്പ് വരുന്നത്? ഫസ്റ്റ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? 62,000 കിലോമീറ്റർ. എത്ര? 62,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ശരി, കാര്യങ്ങളൊക്കെ ഉണ്ട്. 2019 അല്ലേ പറഞ്ഞത്? ഓക്കെ, പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് നമുക്കൊരു 3,40 കൊടുക്കാം. 3,40 കൊടുക്കാം അല്ലേ? എത്ര? 40,000 അതിന്റെ ഇപ്പോഴത്തെ ഷോറൂം റേറ്റ് 6,40. ഓക്കെ, 3,40 നമ്മൾ കൊടുക്കും. 2019 മോഡൽ. എത്ര ലോൺ കയറും? ഒരു 3 രൂപ കയറാൻ ചാൻസ് ഉണ്ട്. 40,000 വണ്ടി ഇവിടെ നടക്കാം. എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങളേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ ഒരു ആൾട്ടോ വരുന്നുണ്ട്. ഇത് 2007 ആൾട്ടോ. 27 വരെ പേപ്പർ. 2027 വരെ പേപ്പർ. ആൾട്ടോ LXI അല്ലേ വരുന്നത്? ഓണർഷിപ്പ് 3. മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ 91,000 ഓട്ടം. 91,000 ഓടിയിട്ടുണ്ട്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് അങ്ങനെ വരുന്നത്? പ്രൈസ് നമുക്ക് ലാസ്റ്റ് 1 രൂപ കൊടുക്കാം. 1 രൂപ. 2007 ആൾട്ടോ 1 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം അല്ലേ? പുതിയ പേപ്പർ എടുത്ത്. എത്ര? 90,000 കിലോമീറ്റർ ഓടിച്ച വണ്ടി അല്ലേ? ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് ഏതാ വരുന്നത്? സണ്ണി തന്നെയാണ്. സണ്ണിക്കുട്ടെ. ഡീസൽ ആണോ? അല്ല, ഒറിജിനൽ കേരള. 12-13 രജിസ്ട്രേഷൻ. എത്രാമത്തെ ഓണർഷിപ്പ്? മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 95,000 ഓട്ടം. 95,000 കിലോമീറ്റർ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ശരി, കാര്യങ്ങളുണ്ട്. പ്രൈസ് എങ്ങനെ വരുന്നത്? അത് നമുക്കൊരു 2,90 കൊടുക്കാം. 2,90 കൊടുക്കാം. എത്ര ലോൺ കയറും? ഒരു 2.40 2.15 വരെ കയറും. 2.15 വരെ ലോൺ കയറും അല്ലേ? ഓക്കെ, 2,90 അല്ലേ പറഞ്ഞത്? 2.15 വരെ കൊടുക്കും. ഓക്കെ, ഇനിയിപ്പോ നെക്സ്റ്റ് ഏതാ കാണിക്കാനുള്ളത്? കഴിഞ്ഞല്ലോ. ഓക്കെ, ഇനി ഏകദേശം വണ്ടി കയറാണ്ടോ? വണ്ടി ഒരു ഫോർച്യൂണർ വരാണ്ട്, റീ രജിസ്ട്രേഷൻ വണ്ടി. 2013 വണ്ടി.
പിന്നെ അതേ ഇപ്പോൾ വന്ന് അതുള്ളൂ ഇനി വരാനുള്ളത്. നമ്മളത് കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരുന്നത്? കീശ്ശേരി, മലപ്പുറം ഡിസ്ട്രിക്റ്റില് കൊണ്ടോട്ടി കീശ്ശേരി, ഒഴികൂർ റോട്ടിൽ അങ്ങാടി നിന്ന് കറക്റ്റ് ഒരു കീശ്ശേരി 1 കിലോമീറ്റർ. ഓക്കെ, ഒന്നാമത് വാടകയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ പ്രൈസ് നമ്മളെ പ്ലേസ് ആ പ്ലേസ് കസ്റ്റമർക്ക് കൊടുക്കാൻ ചെയ്ത് കൊടുക്കല്ലേ? സ്റ്റാഫും ഇല്ല, എനിക്ക് സ്റ്റാഫും ഇല്ല. നിങ്ങൾ തന്നെ സ്റ്റാഫ്, നിങ്ങൾ തന്നെ മുതലാളി. ഇവിടെ ഒന്ന് വിളിക്കുമ്പോൾ വരും, അല്ലാത്ത ടൈമിലോട് ഇരിക്കും. വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഏകദേശം നമ്മളൊരു 10 രൂപ വണ്ടി കാണിച്ചിട്ടുണ്ട്. പാകുള്ള പ്രൈസ് കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ എന്തായാലും യൂസുഫ് ഖാനെ കോൺടാക്ട് ചെയ്യുക. അപ്പം സ്പോട്ട് നമ്മളെ കീശ്ശേരി നമ്മളെ ഒഴികൂർ റോഡ് അല്ലേ? അതെ അതെ അതെ. അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ബാഗും പിടിച്ചു കൊടുക്കണം. ഓക്കെ.